ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ PYQ ആണ്. 44/2026 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ചോദിച്ചത്. ഇവ എല്ലാ ജോഡികളും ശരിയാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ്, ഡൽഹിയിൽ ഫക്ത് ഖാൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏത്? ശരിയായ കാലഗണന ആദ്യം വരുന്ന ചമ്പാരൻ സമരം, അഹമ്മദാബാദ് മിൽ സമരം, റൗലറ്റ് നിയമവിരുദ്ധ സമരം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സ്ഥിരം അംഗങ്ങളെയും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ചുവടെ തന്നിരിക്കുന്ന ശരിയായ ജോഡി ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ള ജോഡി 1ഉം 3ഉമാണ്. നീലദർപ്പൺ ദീനബന്ധു മിത്ര, ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. രാജ്കുമാർ ഗോയൽ ആണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ആദ്യം മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? കടൽ കാറ്റ് എന്ന് വിളിക്കുന്നു. സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേര് ആണ്. ആൻസർ ലഗൂണാണ് വരുന്നത്. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല എന്തെന്നറിയപ്പെടുന്നു? ഖാദർ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി. 2023 55ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിനർഹനായത് മോഹൻലാൽ. നീതി ആയോഗുമായി സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഒന്നും ശരിയല്ല. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമാണ്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991, സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതം. സെബി സ്ഥാപിതമായത് 1998 ഏപ്രിൽ 12. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഡോക്ടർ രാജാറാം ആണ് ബന്ധമില്ലാത്തത്. ബന്ധപ്പെട്ടവ നോർമൻ ബോർലോഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, വില്യം ഗാർഡ്. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നത് ശരിയായത്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പ് നേടി. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജാനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയെ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യ. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് ബൽവന്തറായ് മേത്ത. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉം 3ഉം ശരിയാണ്. പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കും. പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക്
അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. ഇന്ത്യയിൽ ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായത് എല്ലാം ശരിയാണ്. 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്കുവഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ഫക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകവരുത്തി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയായിരുന്നു. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എല്ലാം ശരിയാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റംസാർ സൈറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗമാണ് ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് ഫീമറാണ്. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗമാണ് സിറോസിസ്. ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹമാണ് കാഡ്മിയം. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണ് എന്നത് തെറ്റാണ്. ശരിയായിട്ടുള്ളത്, ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. ഇവയ്ക്ക് ഭാരമില്ല, ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ. മരുഭൂമിയിലെ മരീചിക മിറാഷ് രൂപപ്പെടുന്നത് ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. അപ്പം മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത് ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തുക. 2ഉം 4ഉം ശരിയാണ്. ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ ഏതാണ്? ISR 2025 മെയ്യിൽ വിക്ഷേപിച്ച് EOS-09 ആണ്. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റും ഫുള്ളറിനുമാണ്. എന്താണ് കാർബണീയ ക്രിസ്റ്റലീയ രൂപങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാഫൈറ്റും ഫുള്ളറിനുമാണ്. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? 2ഉം 3ഉം ആണ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏതു വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനം? മേജർ ധ്യാൻ ചന്ദ്. വിജുഗീഷു മൃത്യുവിന്നമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ആരുടെയാണ് കൃതിയിൽ നിന്നാണ്? കന്നിക്കൊയ്ത്താണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. 2026 ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത് K. അരവിന്ദാക്ഷൻ ആണ്. English question. Change the following sentence into passive voice by using indirect object. He was given me a wonderful gift. പാസീവ് വോയിസിലോട്ടാക്കുമ്പോൾ I have been given a wonderful gift by him. ചൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. എൻ്റർപ്രണർ ആണ്. ENTREPRENEUR ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ്. നെയ്തർ മൈ ഫ്രണ്ട് നോർ മൈ വെൽ വിഷേഴ്സ്. ആൻസർ വരുന്നത് have sent me pleasantries. Which of the following sentence is correct? കറക്റ്റ് ആയിട്ടുള്ള he is elder to രാജു ആണ് വരുന്നത്.